ഹലോ എവരിവൺ, സഹകാരി റേസ് പ്ലസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോറിലേഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആ ഒരു ടോപ്പിക്കൊക്കെ കവർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് കോറിലേഷൻ. അപ്പോൾ നമ്മൾ 3 ടൈപ്സ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, ലെവൽസ് ഓഫ് അനാലിസിസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് അനാലിസിസ്. അപ്പോൾ അതിൽ യൂണിവേരിയേറ്റ്, ബൈവേരിയേറ്റ് ആൻഡ് മൾട്ടിവേരിയേറ്റ് അനാലിസിസ്, ഈ 3 ടൈപ്സ് ഓഫ് അനാലിസിസ് ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ യൂണിവേരിയേറ്റ് അനാലിസിസ് എന്നാണ്, ഒരു സിംഗിൾ വാരിയബിൾ മാത്രം ഇൻവോൾവ് ആകുന്നതാണ് യൂണിവേരിയേറ്റ് അല്ലേ. അപ്പോൾ യൂണിവേരിയേറ്റിൽ വരുന്നതായിരുന്നു നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഒക്കെ. ഇനി രണ്ടാമത് വരുന്നതാണ് ബൈവേരിയേറ്റ് അനാലിസിസ്. ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലേ, ബൈവേരിയേറ്റ് ആണ് 2 വേരിയബിൾസ് ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബൈവേരിയേറ്റ് അനാലിസിസിലെ ഒരു ടെക്നിക്കാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ബൈവേരിയേറ്റ് അനാലിസിസ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കോറിലേഷൻ എന്താണ്, ബൈവേരിയേറ്റ് അനാലിസിസിൽ വരുന്ന ഒരു ടൈപ്പ് ആണെന്നുള്ളതും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന കാര്യമായിരുന്നു. ഓക്കെ, സോ ബൈവേരിയേറ്റ് അനാലിസിസിലെ ഒരു ടെക്നിക്കാണ് കോറിലേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര വാരിയബിൾസ് ഇൻവോൾവ് ആയിരിക്കും? 2 വേരിയബിൾസ് ഇൻവോൾവ് ആണ്. ഓക്കെ, ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബൈവേരിയേറ്റ് അനാലിസിസിൽ വരുന്ന ഒരു ടെക്നിക്കാണ് കോറിലേഷൻ. ബൈവേരിയേറ്റ് അനാലിസിസ് ആയതുകൊണ്ട് തന്നെ 2 വാരിയബിൾസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ 2 വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, ഈ ഒരു കോറിലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പഠിക്കുന്നത്. ഓക്കെ, 2 വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? അപ്പം ഇതുവരെ നമ്മൾ എന്താണ്, റിലേഷൻഷിപ്പ് ഒന്നുമല്ല നോക്കിയിരുന്നത്, സെൻട്രൽ വാല്യൂവിൽ നിന്നുള്ള വേരിയേഷൻ, സെൻട്രൽ വാല്യൂ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതിൽ നിന്നുള്ള ഡിസ്പെർഷൻ അല്ലേ. ഇനി 2 വേരിയബിൾസ് വരുമ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബൈവേരിയേറ്റ് അനാലിസിസ് ടെക്നിക്കുകളിലൊന്നാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് കോറിലേഷൻ എന്നുള്ളത്. 2 വേരിയബിൾസ് ആർ സെഡ് ടു ബി കോറിലേറ്റഡ് ഇഫ് the change in one variable results in a corresponding change in the other variable. എന്താണ് കോറിലേഷൻ അല്ലെങ്കിൽ കോറിലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 വാരിയബിൾസ് അത് കോറിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ദേ ഹാവ് എ കോറിലേഷൻ, ദർ ഇസ് എ കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക എപ്പോഴാണ്, വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ വൺ വാരിയബിൾ റിസൾട്ട്സ് ഇൻ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദി അതർ വാരിയബിൾ. ഒരു വാരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് മറ്റൊരു വാരിയബിളിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 2 വാരിയബിൾസിനെ നമുക്ക് എന്ത് പറയാം, ആ 2 വാരിയബിൾസ് കോറിലേറ്റഡ് ആണ് എന്ന് പറയാം. സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു വാരിയബിളും വൈ എന്ന് പറയുന്ന ഒരു വാരിയബിളും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10ൽ നിന്ന് 20 ആയി മാറി, വൈയുടെ വാല്യൂ 20ൽ നിന്ന് 30 ആയി മാറി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ഉള്ളപ്പോൾ വൈയുടെ വാല്യൂ 20 ആണ്. അത് 10ൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 20 ആയി, അപ്പോൾ തന്നെ വൈയുടെ വാല്യൂ 20ൽ നിന്ന് 30 ആയി എന്ന് വിചാരിക്കുക. ഈ ഒരു കേസിൽ എക്സും വൈയും കോറിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സപ്പോസ് പാലിൻ്റെ വില കൂടി, അപ്പോൾ പാലിൻ്റെ വില കൂടുമ്പോൾ എന്താണ്, ചായയുടെ വിലയും ഓട്ടോമാറ്റിക്കലി കൂടും അല്ലേ. അപ്പോൾ എന്താണ്, മിൽക്കിൻ്റെ പ്രൈസും ടീയുടെ പ്രൈസും എന്താണ്, കോറിലേറ്റഡ് ആണ്. കാരണം ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു വാരിയബിളിൽ വന്ന ചേഞ്ച് മറ്റൊരു വാരിയബിളിൽ വരുന്ന ചേഞ്ചിൻ്റെ ഒരു റീസൺ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ, മറ്റൊരു വാരിയബിളിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്താണ് കോറിലേഷൻ എന്നുള്ളത്. ഇതൊരു ബൈവേരിയേറ്റ് അനാലിസിസ് ആണ്, കാരണം 2 വേരിയബിൾസ് ഇവിടെ ഇൻവോൾവ് ആയിരിക്കും. ബൈവേരിയേറ്റ് അനാലിസിസ് ആവാൻ കാരണം എന്താണ്, 2 വേരിയബിൾസ് ഇൻവോൾവ് ആയിരിക്കും. ഈ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോറിലേഷനിലൂടെ സ്റ്റഡി ചെയ്യുന്നത്. അല്ലെങ്കിൽ കോറിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ അസോസിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് റിലേഷൻഷിപ്പ് നോക്കുന്നത്, ഒരു വാരിയബിളിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് മറ്റൊരു വാരിയബിളിൽ ചേഞ്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോറിലേറ്റഡ് വാരിയബിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോറിലേഷൻ
കോറിലേഷൻ എന്ന് പറയുന്നത്. വെൻ ടു വാരിയബിൾസ് മൂവ് ടുഗെദർ വി സേ ദേ ആർ കോറിലേറ്റഡ്. രണ്ട് വാരിയബിൾസ് ഒരേപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരുമിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ വി സേ ദേ ആർ കോറിലേറ്റഡ്. അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സപ്പോസ് എക്സിൻ്റെ വാല്യൂ 10, വൈയുടെ വാല്യൂ 20. എക്സിൻ്റെ വാല്യൂ 10ൽ നിന്ന് 15 ആയി എന്ന് വിചാരിക്കുക. പക്ഷെ വൈയുടെ വാല്യൂവിൽ നോ ചേഞ്ച്, ഒരു തരത്തിലുള്ള ചേഞ്ചും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് കോറിലേറ്റഡ്. ഇവർ തമ്മിൽ കോറിലേഷൻ ഇല്ല. കാരണം എന്താണ്? മൂവിങ് ടുഗെദർ, രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസും ഒരുമിച്ച് മൂവ് ആവുമ്പോഴാണ് നമുക്കത് കോറിലേറ്റഡ് ആണ് അല്ലെങ്കിൽ റിലേഷനിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, വെൻ ദ പ്രൈസ് ഓഫ് ദ കൊമോഡിറ്റി റൈസസ് ദ സപ്ലൈ ഓഫ് ദ കൊമോഡിറ്റി ഓൾസോ റൈസസ്. ഇതെന്താണ്? ഇത് രണ്ട് വാരിയബിൾസ് ആണ്. പ്രൈസ് ഓഫ് ദ കൊമോഡിറ്റി എന്ന് പറയുന്നത് ഒരു വാരിയബിളും സപ്ലൈ ഓഫ് ദ കൊമോഡിറ്റി എന്ന് പറയുന്നത് മറ്റൊരു വാരിയബിളാണ്. ഓക്കെ, പ്രൈസും സപ്ലൈ ഇത് രണ്ട് വാരിയബിൾസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുകയാണ്? സപ്ലൈ കൂടുന്നു. അപ്പോൾ എന്താണ്? രണ്ടും എന്താണ്? ഒരേപോലെ മൂവ് ചെയ്യുന്നു, ഒരേ സമയം മൂവ് ചെയ്യുന്നു. പ്രൈസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് സപ്ലൈയിൽ ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ തന്നെ സപ്ലൈയും കൂടുന്നു. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെൻഡൻസി ഓഫ് two or more variable groups or series of items to vary together directly or inversely. എന്താണ്? രണ്ട് അല്ല അതിലധികമോ വാരിയബിൾസ് മൂവ് ടുഗെദർ അല്ലെങ്കിൽ ഡയറക്ട്ലി ഓർ ഇൻവേഴ്സ്ലി മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഈ ബൈവേരിയേറ്റിൽ തന്നെ നമുക്ക് സിമ്പിൾ കോറിലേഷൻ ആണ് ഇൻവോൾവ് ആകുന്നത്. എന്താണ് സിമ്പിൾ എന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, ബൈവേരിയേറ്റിൽ തന്നെ സിമ്പിൾ കോറിലേഷൻ ആണ് ബൈവേരിയേറ്റ് അനാലിസിസിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സീരീസ് ഓഫ് ഐറ്റംസ് ഇൻവോൾവ് ആകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഒരുമിച്ച് മൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോറിലേഷനിൽ തന്നെ സിമ്പിൾ, മൾട്ടിപ്പിൾ, പാർഷ്യൽ വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിൽ സിമ്പിൾ കോറിലേഷൻ ആണ് നമുക്ക് ബൈവേരിയേറ്റ് അനാലിസിസിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് കോറിലേഷൻ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ്. ക്ലിയർ ആണല്ലോ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ്, അതായത് ഒരു വാരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് മറ്റൊരു വാരിയബിളിൽ ചേഞ്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദോസ് ടു വാരിയബിൾസ് ആർ കോറിലേറ്റഡ്. അത് രണ്ടും കോറിലേറ്റഡ് ആണ്, റിലേറ്റഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് പ്രൈസും അതേപോലെ തന്നെ പ്രൈസ് ഓഫ് എ കോമോഡിറ്റിയും സപ്ലൈ ഓഫ് എ കോമോഡിറ്റിയും. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇത് രണ്ടും റിലേറ്റഡ് ആണെന്ന് പറയാം. അതല്ല, പ്രൈസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോറിലേറ്റഡ് ആണെന്ന് അല്ലെങ്കിൽ റിലേറ്റഡ് ആണ് ഈ രണ്ട് വാരിയബിൾസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Correlation is an analysis of the association between two or more variable. രണ്ടോ അതിലധികമോ വേരിയബിൾസിന്റെ അനാലിസിസിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. The measure of correlation called the correlation coefficient. കോറിലേഷന്റെ മെഷറിനെയാണ് പറയുന്ന പേരാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് നമ്മൾ സിഗ്മ എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ തന്നെ കോറിലേഷന്റെ മെഷറിനെ നമ്മൾ പറയുന്ന പേരാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിലേഷന്റെ കോറിലേഷൻ മെഷർ ചെയ്യുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. The degree of relationship is expressed by coefficient which range from correlation. എന്താണ്? Degree of relationship is expressed by coefficient which range from correlation. അതായത് യൂഷ്വലി കോറിലേഷൻ്റെ അല്ലെങ്കിൽ കോറിലേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന റിലേഷൻഷിപ്പിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 മുതൽ +1 വരെയാണ്. ഓക്കെ, -1 മുതൽ +1 വരെ ഈ ഒരു റേഞ്ചിൽ മാത്രമാണ് നമുക്ക് കോറിലേഷൻ്റെ R വാല്യൂ, അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റ്, അതിനെയാണ് നമ്മൾ R എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, കോറിലേഷൻ കോഎഫിഷ്യന്റിനെ നമ്മൾ R എന്ന് പറയുന്ന ടേം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. R എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 മുതൽ +1 വരെയാണ്. ഓക്കെ, the degree of relationship is expressed by the coefficient which range from
കോറിലേഷൻ. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ കോറിലേഷൻ വാല്യൂ ആണ്. അത് യൂഷ്വലി -1 മുതൽ +1 വരെയാണ് ഉണ്ടാവുക. നമുക്ക് ഒരിക്കലും ആറിൻ്റെ വാല്യൂ എത്ര കിട്ടില്ല, 2 എന്നോ 5 എന്നോ 10 എന്നോ 2.8 എന്നോ ഒന്നും ഒരിക്കലും കിട്ടില്ല. എപ്പോഴും അതെന്തായിരിക്കും, -1 മുതൽ +1 വരെയുള്ള വാല്യൂ മാത്രമാണ് നമുക്ക് ആറിന് കിട്ടുക. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആറിൻ്റെ വാല്യൂ ഒരു 4.2 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടേഷൻ തെറ്റാണ്. ഓക്കെ, ഒരിക്കലും ആറിൻ്റെ വാല്യൂ അങ്ങനെ കിട്ടില്ല. നമുക്ക് -1 മുതൽ +1 വരെ ഈ ഒരു റേഞ്ചിൽ മാത്രമേ നമുക്ക് R വാല്യൂ, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ R വാല്യൂ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീൻ ഡീവിയേഷനും ഒക്കെ കമ്പ്യൂട്ട് ചെയ്തിരുന്ന സമയത്ത് അവിടെ നമുക്ക് 4.8, 19.2 അല്ലെങ്കിൽ 24 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും അല്ലേ. പക്ഷേ കോറിലേഷൻ്റെ കേസിൽ അങ്ങനെയല്ല. It will be always -1 to +1. Okay, -1 മുതൽ +1 വരെ. The direction of change is indicated by sign. ഇവിടെ എന്താണ്, ചേഞ്ചിലെ ഡയറക്ഷനെ സൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണല്ലോ, രണ്ട് വേരിയബിൾസ് മൂവിങ് ടുഗെദർ ആവുന്നതാണല്ലോ കോറിലേഷൻ എന്ന് പറയുക. പക്ഷേ ഈ മൂവിങ് ടുഗെദർ തന്നെ ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത്, ഒരെണ്ണം കൂടുമ്പോൾ മറ്റേതും കൂടുകയാണോ, ഒരെണ്ണം കുറയുമ്പോൾ മറ്റേതും കുറയുവാണോ, അതോ ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കുറയുക എന്നുള്ള രീതിയിലാണോ, ഏത് ഡയറക്ഷനിലാണ് വേരിയബിൾസിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, രണ്ടും ഒരേപോലെയാണോ മൂവ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത്, ഇത് മനസ്സിലാക്കാനായിട്ട് സൈൻസ് യൂസ് ചെയ്യുന്നുണ്ട് കോറിലേഷനിൽ. അതായത് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് സൈനും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് സൈനും ഉപയോഗിക്കുന്നുണ്ട് കോറിലേഷനിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, -1 മുതൽ +1 വരെയുള്ള വാല്യൂ. അപ്പം അതിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. -1 മുതൽ 0 വരെയുള്ള വാല്യൂ ആയിരിക്കും കോറിലേഷന് കിട്ടുന്നുണ്ടാവുക. അതേസമയം ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവാണ്. അപ്പം 0 മുതൽ +1 വരെ ആയിരിക്കും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വാരിയബിൾസിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ക്ലിയർ ആണോ? ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ സൈൻ. സൈൻ ഉപയോഗിച്ച് നമുക്ക് ഡയറക്ഷൻ ഓഫ് ചേഞ്ച്, ഏത് രീതിയിലാണ് ചേഞ്ച് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഡയറക്ഷൻ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉണ്ടായിരിക്കാം, സെയിം ഡയറക്ഷനിലും ഉണ്ടായിരിക്കാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഉണ്ടാവാം. സെയിം ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് വേരിയബിളും ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് വേരിയബിളും ഡിക്രീസ് ചെയ്യുക, അത് രണ്ടും സെയിം ഡയറക്ഷന് എക്സാമ്പിളാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കുറയുന്നു, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന വാരിയബിൾ കൂടുമ്പോൾ ബി കുറയുന്നു, എ എന്ന് പറയുന്ന വാരിയബിൾ കുറയുമ്പോൾ ബി കൂടുന്നു, ആ ഒരു രീതിയിലും ആവാം. ഇപ്പോൾ സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈൻ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ കോറിലേഷൻ വാല്യൂ എന്ന് പറയുന്നത് -1 മുതൽ +1 വരെയാണ് റേഞ്ച്. പോസിറ്റീവ് ഡയറക്ഷനിലുള്ളതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to +1 ആണ്. ഓക്കെ, 0 to +1 ആണ്. നെഗറ്റീവ് റേഞ്ചിൻ്റെയോ -1 to 0 ആയിരിക്കും റേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡയറക്ഷൻ്റെ നമ്മൾ ഡയറക്ഷൻ കൂടി സൈൻ വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കോറിലേഷനിൽ സാധിക്കും. ദ കോറിലേഷൻ അനാലിസിസ് എനേബിൾ us to have an idea about the degree and direction of relationship between two variables under study. ഓൾറെഡി പറഞ്ഞ കാര്യം എന്താണ്, ഇവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കോറിലേഷൻ അനാലിസിസ് ഡീൽസ് വിത്ത് ദ അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more variables. രണ്ടോ അതിലധികമോ വാരിയബിൾസിൻ്റെ അനാലിസിസിനെ അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേഷൻ്റെ അനാലിസിസിനെയാണ് നമ്മൾ കോറിലേഷൻ. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹൗ ദേ ആർ റിലേറ്റഡ് എന്നുള്ളതാണ് കോറിലേഷൻ വഴി നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് കോറിലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്? റിലേഷൻഷിപ്പാണ് മെഷർ ചെയ്യുന്നത്. രണ്ടോ അതിലധികമോ വാരിയബിൾസ് ഇൻവോൾവ് ആകാം.
അതിൽ തന്നെ എന്താണ് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കോറിലേഷൻ്റെ മെഷർ ചെയ്യുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂവിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 മുതൽ +1 വരെയാണ്. അപ്പം അതിൽ വെച്ചിട്ട് ആ ഒരു സൈൻ വെച്ചിട്ട് നമുക്ക് ഡയറക്ഷൻ മനസ്സിലാക്കാൻ കൂടി സാധിക്കും. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് കോറിലേഷൻ ആൻഡ് കോസേഷൻ. ഓക്കെ, കോസേഷൻ കോറിലേഷനും എന്താണ് നമുക്ക് നോക്കാം. കോസേഷൻ മീൻസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷനെയാണ് നമ്മൾ കോസേഷൻ എന്ന് പറയുന്നത്. കോസ് ആൻഡ് എഫക്റ്റ് അതായത് ഒരു വാരിയബിളിൽ വരുന്നൊരു ചേഞ്ച് മറ്റൊരു വാരിയബിളിലെ ചേഞ്ചിന് റീസൺ ആയിട്ട് മാറുന്നുണ്ടോ. ഓക്കെ, ഇപ്പോൾ എയിൽ വരുന്ന ചേഞ്ച് കാരണമാണോ ബിയിൽ ചേഞ്ച് വരുന്നത്. ഇപ്പോൾ സപ്പോസ് എയിൽ വന്ന ചേഞ്ച് കാരണമാണ് ബിയിൽ ചേഞ്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ ദർ ഈസ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ആയിരുന്നു. ഇപ്പോൾ മിൽക്കിൻ്റെ വില കൂടുന്നു, മിൽക്കിൻ്റെ പ്രൈസ് കൂടി. അപ്പം അതിനനുസരിച്ച് എന്തിൻ്റെ പ്രൈസും കൂടും, ടീയുടെ പ്രൈസും കൂടും. അപ്പം ടീയുടെ പ്രൈസ് കൂടാനുള്ള കോസ് എന്ന് പറയുന്നത് എന്താണ്, മിൽക്കിൻ്റെ പ്രൈസിൽ വന്ന ഇൻക്രീസ് ആണ്. അപ്പം മിൽക്കിൻ്റെ പ്രൈസിൽ വന്ന ഇൻക്രീസ് കാരണം ടീയുടെ പ്രൈസ് കൂടി. ഇതിവിടെ ഒരു എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഈ രണ്ട് വാരിയബിൾസ് തമ്മിലൊരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കോസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ കോസേഷൻ മീൻസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു വാരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു വാരിയബിളിലെ ചേഞ്ചിന് റീസൺ ആയിട്ട് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വാരിയബിളിൽ വരുന്ന ചേഞ്ച് മറ്റൊരു വാരിയബിളിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ആയിട്ട് അതിനൊരു എഫക്റ്റ് പോലെ മറ്റൊരു വാരിയബിളിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ കോസേഷൻ എന്ന് പറയുന്നത്. Correlation denotes the interdependency among the variables for correlating two phenomena. It's essential that two phenomena should be cause and effect relationship, and if such relationship does not exist, then two phenomena cannot be correlated. എന്നാണ് പറയുന്നത്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം വാരിയബിൾസ് എപ്പോഴും എന്തായിരിക്കും, കോറിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്താണ് പറയുക, ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, അതായത് ഒന്നിൽ വരുന്ന ചേഞ്ച് മറ്റൊന്നിൻ്റെ ചേഞ്ചിന് കാരണമായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വാരിയബിൾ എഫക്റ്റ് ആയിട്ടോ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് എ കോറിലേഷൻ. ആ രണ്ട് വാരിയബിൾസ് തമ്മിൽ കോറിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇഫ് ടു വാരിയബിൾസ് വാരി ഇൻ സച്ച് വേ that movement in one are accompanied by the movement in another, these variables are called cause and effect. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, ഒരു വാരിയബിളിലെ ചേഞ്ച് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് അതർ. മറ്റൊരു വാരിയബിളിലെ മൂവ്മെൻറ്റുമായിട്ട് അക്കമ്പനി ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, മിൽക്കിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ടീയുടെ പ്രൈസ് കൂടുന്നു. അപ്പം മിൽക്കിൻ്റെ പ്രൈസിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അതിനെ അക്കമ്പനി ചെയ്തുകൊണ്ടാണ് ടീയുടെ പ്രൈസ് വരുന്നത്. സോ ദർ ഇസ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് മിൽക്ക് ആൻഡ് പ്രൈസ് ഓഫ് ടീ. കോസേഷൻ ഓൾവേസ് ഇംപ്ലൈസ് കോറിലേഷൻ, but correlation does not necessarily imply causation. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. എന്താണ്? കോസേഷൻ ഓൾവേസ് ഇംപ്ലൈസ് കോറിലേഷൻ. രണ്ട് വാരിയബിൾസ് തമ്മിൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ദേ ആർ കോറിലേറ്റഡ് അന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ പ്രൈസ് ഓഫ് മിൽക്ക് കൂടുന്നതിൻ്റെ എഫക്റ്റ് ആയിട്ട് പ്രൈസ് ഓഫ് ടീ കൂടുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ഒരു റീസൺ അല്ലെങ്കിൽ അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്, ഇത് തമ്മിലൊരു കോറിലേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇംപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് വാരിയബിൾസ് തമ്മിൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ രണ്ട് വാരിയബിൾസ് തമ്മിൽ ഡെഫിനറ്റ് ആയിട്ടും കോറിലേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ കോറിലേഷൻ ഉള്ള വാരിയബിൾസ് തമ്മിൽ, കോറിലേറ്റഡ് ആയിട്ടുള്ള വാരിയബിൾസ് തമ്മിൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അല്ലെങ്കിൽ കോസ് ആൻഡ് എഫക്റ്റ് ഇല്ലാത്ത വാരിയബിൾസ് തമ്മിൽ കോറിലേഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കോറിലേഷൻ എന്നുള്ളതുകൊണ്ട് എന്താണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്? രണ്ട് വാരിയബിൾസ്
ഒരുമിച്ച് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. രണ്ട് വാരിയബിൾസ് ഒരുമിച്ച് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഈ രണ്ട് വാരിയബിൾസും നമ്മൾ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ പോലും കോറിലേറ്റഡ് എന്ന് നമുക്ക് പറയാം. ഏത് തരത്തിലുള്ള കോറിലേഷൻ ആണെന്നുള്ളത് നമുക്ക് വരാം, പക്ഷേ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ പോലും ദേ ആർ കോറിലേറ്റഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, സെയിൽ ഓഫ് ഐസ്ക്രീം ആൻഡ് ഡ്രൗണിങ് ഡെത്ത് രണ്ട് വാരിയബിൾസ് ആണെന്ന് വിചാരിക്കുക. സെയിൽ ഓഫ് ഐസ്ക്രീമും ഡ്രൗണിങ് ഡെത്തും, അതായത് മുങ്ങി മരണങ്ങൾ. ഇത് രണ്ടും ആക്ച്വലി ഏത് സമയത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്? സമ്മർ സീസണിലാണ് ഈ രണ്ട് കാര്യങ്ങളും ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഈ രണ്ടെണ്ണത്തിൻ്റെയും വാരിയബിൾസിൻ്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നത് സമ്മർ ടൈമിലാണ്. സമ്മർ ടൈമിൽ ഐസ്ക്രീമിൻ്റെ സെയിൽ വളരെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഐസ്ക്രീമിൻ്റെ സെയിൽ സമ്മർ ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്രീസിങ് ട്രെൻഡിലായിരിക്കും. അതേപോലെ തന്നെ യൂഷ്വലി സമ്മർ ടൈമിലാണ് ഈ ഒരു ഡ്രൗണിങ് ഡെത്തിൻ്റെ വാല്യൂസും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അവിടെയും എന്താണ്, ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഒരേ സമയത്ത് ഈ രണ്ട് വാരിയബിൾസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് തമ്മിൽ എന്തെങ്കിലും കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടോ? ഐസ്ക്രീമിൻ്റെ സെയിൽ കാരണമാണോ ഡ്രൗണിങ് ഡെത്ത് ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ സെയിലിൻ്റെ എഫക്റ്റ് ആയിട്ടാണോ ഡ്രൗണിങ് ഡെത്ത് ഉണ്ടാവുന്നത്? അല്ല. ഇത് രണ്ടും തമ്മിൽ യാതൊരു തരത്തിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരേ രീതിയിൽ ഇവർ മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിൽ, അല്ലെങ്കിൽ മേ ബി ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ എങ്ങനെയോ ഒരേപോലെ മൂവിങ് ടുഗെദർ, ഒരുമിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. രണ്ട് വാരിയബിൾസും ഒരേ സമയത്ത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് വാരിയബിൾസ് തമ്മിൽ കോറിലേഷൻ ഉണ്ട്, പക്ഷേ ദർ ഈസ് നോ കോസേഷൻ. അവിടെ എന്തില്ല? കോസേഷൻ ഇല്ല. അതായത് കോസ് ആൻഡ് എഫക്റ്റ് ഇല്ല, പക്ഷേ കോറിലേഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കോസേഷൻ ഓൾവേസ് ഇംപ്ലൈസ് കോറിലേഷൻ. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ള രണ്ട് വാരിയബിൾസ് തമ്മിൽ എപ്പോഴും കോറിലേഷൻ ഉണ്ടായിരിക്കും. ഒരെണ്ണം ഒരു വാരിയബിൾ മറ്റൊരു വാരിയബിളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ചിന് റീസൺ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ട്, അവർ തമ്മിൽ കോറിലേഷനും ഉണ്ടായിരിക്കും. പക്ഷേ ചില കേസിൽ കോറിലേറ്റഡ് ആയിട്ടുള്ള വാരിയബിൾസ് ആണെങ്കിൽ പോലും അതൊരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് വഴി വരുന്നതായിരിക്കില്ല. അപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഐസ്ക്രീമിൻ്റെ സെയിലും ഡ്രൗണിങ് ഡെത്തും നമ്മുടെ സമ്മർ സമയത്ത് കൂടുതലായിരിക്കും. അപ്പം ഇത് തമ്മിൽ കോറിലേഷൻ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും എന്താണ്? മൂവിങ് ടുഗെദർ ആണ്, ഒരുമിച്ച് മൂവ് ചെയ്യുന്നതുകൊണ്ട് ദേ ആർ കോറിലേറ്റഡ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അവിടെ എന്തില്ല? ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകണം എന്നില്ല. ഒരു തേർഡ് വാരിയബിൾ കാരണോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു ബൈ ചാൻസോ ഒക്കെ സംഭവിക്കുന്നതായിരിക്കും ഈ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈൽഡ് ഓഫ് നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലെ ഈൽഡും ഹൈ ആവുകയാണ്. റെയിൻഫോൾ സമയത്ത് ഈൽഡ് ഓഫ് നോർത്ത് ഇന്ത്യയും ഹൈ, ഈൽഡ് ഓഫ് സൗത്ത് ഇന്ത്യയും ഹൈ. അപ്പം ഇത് രണ്ടും എന്താണ്? മൂവ് ചെയ്യാണ്, ഒരുമിച്ച് മൂവ് ചെയ്യുന്ന രണ്ട് വാരിയബിൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ കോറിലേറ്റഡ് ആണെന്ന് പറയാം. പക്ഷേ ഇവർ തമ്മിൽ എന്തെങ്കിലും കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ടോ? ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഈൽഡ് കൂടാൻ കാരണം സൗത്ത് ഇന്ത്യയിലെ ഈൽഡ് കൂടിയതാണോ? അല്ല. റെയിൻഫോൾ എന്ന് പറയുന്ന ഒരു തേർഡ് ഫാക്ടറാണ് ഇതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത്. അപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് ഇല്ലെങ്കിൽ പോലും ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ രണ്ട് വാരിയബിൾസും കോറിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരുമിച്ച് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ കോസേഷൻ ഉള്ള കേസിൽ ദേ ആർ ഓൾവേസ് കോറിലേറ്റഡ്. ആ ഒരു പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആസ് ദർ ഇസ് നോ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ, എനി ഡിഗ്രി ഓഫ് കോറിലേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദ അനാലിസിസ് ഓഫ് ദ ടു വേരിയബിൾ ഈസ് കാഷ്വൽ. അപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇത്തരം വാരിയബിൾസ് തമ്മിലുള്ള കോറിലേഷനെ കാഷ്വൽ കോറിലേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സച്ച് കോറിലേഷൻ ഈസ് നോൺ ആസ് സ്പ്യൂരിയസ് ഓർ നോൺ സെൻസ് കോറിലേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള കോറിലേഷനെ നമ്മൾ പറയുന്ന പേരാണ് സ്പ്യൂരിയസ് അല്ലെങ്കിൽ നോൺ സെൻസ് കോറിലേഷൻ. ഇവിടെ കോറിലേഷൻ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് വാരിയബിൾസ് ഒരുമിച്ച് മൂവ് ചെയ്യുന്നുണ്ടോ, വെദർ ദേ ആർ മൂവിങ് ടുഗെദർ, അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ കോറിലേഷൻ ഉണ്ട്. പക്ഷേ
കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് വഴി അല്ലാത്ത മൂവ്മെന്റ് ആയതുകൊണ്ട് അത്തരം കോറിലേഷനെ നമ്മൾ നോൺസെൻസ് കോറിലേഷൻ അല്ലെങ്കിൽ സ്പ്യൂരിയസ് കോറിലേഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്ത് ന്യൂസ് പേപ്പർ റീഡിങ്, ഓക്കെ, ആളുകളുടെ ഇടയിൽ ന്യൂസ് പേപ്പർ റീഡിങ് ഇൻക്രീസ് ചെയ്യുന്നു, ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഒരേ സമയത്ത് എടുത്ത രണ്ട് വാരിയബിൾസും ഇൻക്രീസ് ചെയ്യാണ്. ന്യൂസ് പേപ്പർ റീഡിങ് ഹാബിറ്റും ഇൻക്രീസ് ചെയ്യുന്നു, അവിടുത്തെ ക്രൈം റേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഇത് തമ്മിൽ കോറിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒരു സ്പ്യൂരിയസ് അല്ലെങ്കിൽ നോൺ സെൻസ് കോറിലേഷൻ ആണുള്ളത്. കാരണം രണ്ടും ഒരേ സമയത്ത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ദർ ഇസ് നോ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, അല്ലേ? ആളുകൾ ന്യൂസ് പേപ്പർ കൂടുതലായിട്ട് റീഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കില്ല ക്രിമിനൽ അല്ലെങ്കിൽ ക്രൈം റേറ്റ് കൂടുന്നത്, അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇത്തരത്തിലെ കോസ് ആൻഡ് എഫക്റ്റ് മൂലമല്ലാതെ സംഭവിക്കുന്ന കോറിലേഷൻ, അതായത് മൂവിങ് ടുഗെദർ ആവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കോറിലേഷനെയാണ് നമ്മൾ സ്പ്യൂരിയസ് അല്ലെങ്കിൽ നോൺ സെൻസ് കോറിലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ കോറിലേഷൻ ഒബ്റ്റെയിൻഡ് ബിറ്റ്വീൻ ടു വേരിയബിൾ നോട്ട് ഹാവിങ് എനി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് വിച്ച് ഈസ് കോൾഡ് നോൺസെൻസിക്കൽ ഓർ സ്പ്യൂരിയസ് കോറിലേഷൻ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കോറിലേഷൻ ആൻഡ് കോസേഷൻ, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വാരിയബിൾ വരുന്ന ചേഞ്ച് കാരണം മറ്റൊരു വാരിയബിളിൽ ചേഞ്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി എന്താണ് കോസ് ആൻഡ് എഫക്റ്റ് വഴിയുള്ള കോറിലേഷനെയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്ന സമയത്ത് കോസ് ആൻഡ് എഫക്റ്റ് വഴിയുള്ള റിലേഷൻഷിപ്പ് വഴി കോസ് ആൻഡ് എഫക്റ്റ് കാരണമുള്ള കോറിലേഷനാണ് നമുക്ക് റെലവൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ചില സെർട്ടൈൻ കേസിൽ ഇങ്ങനെ കോസ് ആൻഡ് എഫക്റ്റ് ഇല്ലാതെ പോലും കോറിലേഷൻ സംഭവിക്കാം. അത്തരം കോറിലേഷനെയാണ് നമ്മൾ നോൺസെൻസ് കോറിലേഷൻ അല്ലെങ്കിൽ സ്പ്യൂരിയസ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വാരിയബിൾസ് ഒരുമിച്ച് മൂവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്, അതല്ലാതെ ഒരു വാരിയബിളിൽ വരുന്ന ചേഞ്ച് മറ്റൊരു വാരിയബിളിൽ വരുന്ന ചേഞ്ചിന് കാരണമായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നോൺസെൻസ് കോറിലേഷൻ എന്ന് പറയുന്നത്. അതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻറ്റ്. കോസ് ആൻഡ് എഫക്റ്റ് വഴിയുള്ള കോറിലേഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു ടേം മാത്രം ഓർത്ത് വയ്ക്കുക. എന്താണ് സ്പ്യൂരിയസ് അല്ലെങ്കിൽ നോൺസെൻസ് കോറിലേഷൻ? കോറിലേഷൻ വിത്തൗട്ട് കോസ് ആൻഡ് എഫക്റ്റ്. കോസ് ആൻഡ് എഫക്റ്റ് വഴിയല്ലാത്ത കോറിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പ്യൂരിയസ് അല്ലെങ്കിൽ നോൺസെൻസ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് ദർ ഈസ് എ കോസേഷൻ ഓൾവേസ് ഇംപ്ലൈസ് കോറിലേഷൻ, ബട്ട് കോറിലേഷൻ ഡസ് നോട്ട് നെസസറിലി ഇംപ്ലൈ കോസേഷൻ ബിക്കോസ് ഓഫ് ദിസ് സ്പ്യൂരിയസ് ഓർ നോൺസെൻസ് കോറിലേഷൻ. ഓക്കെ, താങ്ക് യു.